ഇന്നത്തെ വീഡിയോ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. ഈ കോഴീനെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതിൽ 13 കുഞ്ഞുങ്ങളുണ്ട്. കോഴി അതുപോലെ കാപ്പിരിക്കോഴിയാണ്. അതുപോലെ കുഞ്ഞുങ്ങളിലും ഉണ്ടാവും, കാപ്പിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ പല കോഴികളിലും ഒരുമിച്ച് മുട്ട വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള കുഞ്ഞുങ്ങളാവും. കാപ്പിരി കുഞ്ഞുങ്ങളുണ്ടാവും, അതുപോലെ ലൈനേജ് ആയിട്ട് വരുന്ന അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ അതുപോലെ കുറുകാലിക്കോഴി, ചെറിയ ഉയരം കുറഞ്ഞ കോഴികൾ ഇവിടെ 2 ഉണ്ട്. അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാവും. ഈ കോഴിക്ക് നമ്മളവിടെയൊക്കെ പറയൽ മുള്ളൻ കോഴി എന്നാണ്. അപ്പോൾ ചില ഭാഗത്തൊക്കെ അങ്ങനെയും പറയും, ചിലയിടത്തൊക്കെ കാപ്പിരിക്കോഴി എന്ന രീതിയിലും പറയും. അപ്പോൾ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വണ്ടി സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെയാണ് നമ്മൾ ഡെലിവറി ചെയ്യണാവും. അപ്പോൾ ഒരു ബോക്സിന് 300 രൂപയാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ വാങ്ങണവർ അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു സെറ്റും കൂടി ഇതുപോലെ അമ്മയും കുഞ്ഞുങ്ങളും ആയിട്ടുള്ള ഒരു കോഴിയും കുഞ്ഞുങ്ങളും കൂടി ഉണ്ട്. അത് 10 കുഞ്ഞുങ്ങളാണ് അതിന് ഉള്ളത്. അപ്പോൾ 2 സെറ്റായിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സിൻ്റെ ഒക്കെ ചാർജ് കൊടുക്കണ്ടേ. അപ്പോൾ ഒരു ബോക്സിൽ തന്നെ നമുക്ക് 2 തള്ളാരും കുഞ്ഞുങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊടുത്ത് വിടും ചെയ്യാം. അതല്ല ഒന്നിനെ മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ അങ്ങനെ വാങ്ങാം. നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും അധികം വാങ്ങുകയാണെങ്കിലാണ് നമുക്ക് ആ ബോക്സിൻ്റെ പൈസയൊക്കെ ഒന്ന് മുതലായി കിട്ടുള്ളൂ. കാരണം നമ്മൾ കുറച്ചാണെങ്കിലും അധികമാണെങ്കിലൊക്കെ 300 രൂപ തന്നെ ഒരു ബോക്സിന് കൊടുക്കും വേണം. പിന്നെ കോഴിക്കുള്ള പൈസ വേറെയും വേണ്ടേ. അപ്പോൾ ആ രീതിയിൽ വാങ്ങണവർക്കൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ വാങ്ങിയാലും മതി. കാരണം വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങുകയാണെങ്കിൽ നല്ലത് അതുപോലെ വാങ്ങണതാണ്. അപ്പോൾ എങ്ങനെ സൗകര്യമെങ്കിൽ ഒക്കെ വാട്സപ്പിൽ പറയാം. അപ്പോൾ ഒന്നിനെ മതിയെങ്കിൽ അങ്ങനെ, അതല്ല 2 അമ്മയും കുഞ്ഞുങ്ങളെയും വേണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ അതുപോലെയൊക്കെ നമ്മൾ ആക്കി തരുന്നതാകും. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് വേറെയുള്ള ഒരു കോഴിയും കുഞ്ഞുങ്ങളും. ഇതിനൊപ്പമുള്ളത് 10 കുഞ്ഞുങ്ങളാണ്. ഇതും അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ചിട്ട് തന്നെയാണ്. പല കോഴികളുടെ മുട്ടയൊക്കെ ഒരുമിച്ച് വെച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പല കോഴികളായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇത് ശരിക്ക് തിരിച്ചറിയാനായിട്ടില്ല. 3 ദിവസമാണ് ആയിട്ടുള്ളത്. അപ്പോൾ വിലയൊന്നും ഇതിൽ പറയാത്ത, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാലും വീഡിയോ ഒക്കെ ആയി ഇതൊക്കെ ശരിയായി കൊടുത്ത് വിടുമ്പോഴത്തേന് കോഴികൾ ചിലപ്പോൾ ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിലയിലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളതും പിന്നെ പല സ്ഥലത്തും പല വിലകളും ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലൊക്കെ പറഞ്ഞാൽ അപ്പോൾ വിലയൊക്കെ അപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ പിന്നെയുള്ളൊരു കോഴികളാണ് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ ഈ കാപ്പിരിക്കോഴി പൂവന്. ഇത് വലിയ പൂവൻ തന്നെയാണ്. ഇങ്ങനത്തെ 2 പൂവന്മാരുണ്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ ഇവരൊക്കെ. പക്ഷേ നമുക്ക് ഒരുപാട് പൂവന്മാർ നിർത്തിയാലും ബുദ്ധിമുട്ടാണ്. അത്രയും കോഴികൾ കുറവാകുമ്പോൾ നമുക്ക് പൂവന്മാർ അധികം നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെ ഇവിടെ 4 പേരുണ്ട്. കാപ്പിരിക്കോഴികൾ വലിയത്. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ 2 എണ്ണത്തിന് അത് കൊടുക്കാമെന്ന് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനാവശ്യം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ വില ഇതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വണ്ടി സൗകര്യമൊക്കെ ആവുന്നിടത്തൊക്കെ ആണെങ്കിൽ കൊടുത്തു വിടാം. പിന്നെ ഉള്ളത് ഇതാണ്, ഇതിനും കൊടുക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിലേതാ ഉള്ളതൊക്കെ വിവരം പറയാം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. നമ്മളെ സ്ഥലം ഉള്ളത് പട്ടാമ്പി കൊപ്പം എന്ന് പറയും അവിടെയാണ്. അപ്പോൾ നമുക്ക് പട്ടാമ്പി പെരിന്തൽമണ്ണ ആ റൂട്ടിൽ പോണ വണ്ടികൾക്കാണ് നമുക്ക് കൊടുത്തു വിടുക. അപ്പോൾ അത് സൗകര്യമാവുന്നവർക്കൊക്കെ കൊടുത്തു വിടാം.